നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ ദാതാവാണ് നമ്മുടെ പൊതുമേഖലയിൽ ഏറ്റവും കൂടുതൽ ലാഭകരത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. എന്നാൽ നമ്മുടെ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യൻ റെയിൽവേക്ക് ഇപ്പോൾ ആരാധകർ കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേയുടെ ഖ്യാതി മറ്റു പല രാജ്യങ്ങളിലേക്കും കടന്നിരിക്കുന്നു എന്നാണ് വരുന്ന സൂചനകൾ. നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പാക്കുന്ന മെട്രോ റെയിലുകൾ മുഴുവൻ വാങ്ങുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നാണ്. നമ്മുടെ രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മെട്രോ റെയിലുകൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നത്. ഇപ്പോഴിതാ റഷ്യയും ഇന്ത്യയും തമ്മിൽ റെയിൽവേ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിലേക്ക് കടന്നിരിക്കുകയാണ്. റഷ്യയും നമ്മുടെ രാജ്യവും സംയുക്തമായി റെയിൽ നിർമ്മാണ കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ് വാർത്ത. റഷ്യൻ റെയിൽവേ സ്ഥാപനമായ TMH ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ്. 55,000 കോടി രൂപയുടെ നിക്ഷേപമാണ് റഷ്യ പ്രധാനമായും റെയിൽവേയുടെ ഭാഗമായിട്ട് നടപ്പാക്കാൻ പോകുന്നത്. ഈ ഒരു കരാറിൽ റഷ്യൻ കമ്പനി വളരെയേറെ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. പദ്ധതി യാഥാർത്ഥ്യമായാൽ റെയിൽവേ പ്രൊജക്റ്റുകളുടെ ഒരു ഹബ്ബായി നമ്മുടെ രാജ്യം മാറും എന്നതിൽ സംശയമില്ല. അത്രത്തോളം നമ്മുടെ രാജ്യത്തെ റെയിൽവേ മറ്റ് രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ, അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഖ്യാതി മറ്റു രാജ്യങ്ങളിലേക്കും എത്തുകയാണ്. അതുവഴി നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള വരുമാന വർധനവുണ്ടാവുന്നു. നമ്മുടെ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കരാറോടുകൂടി മറ്റ് രാജ്യങ്ങളിൽ നിന്നും പോലും ഇന്ത്യൻ റെയിൽവേയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ലോകത്താകമാനം മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത്തരം ട്രെയിനുകളടക്കം ഉൽപ്പാദിപ്പിച്ച് കയറ്റിയാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്.